ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ കാരണം നാളെ മാർക്കറ്റും അവധിയും കാരണം ഇന്നൊരു സെൽ ഓഫാണ് കൂടുതൽ മാർക്കറ്റിലുണ്ടായിരുന്നത്. മിക്ക സെക്ടേഴ്സും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരുന്നത് 24,334 1 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. നിഫ്റ്റി ബാങ്ക് ഇന്ന് 304 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 55,087 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 463 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 54,124 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 16,448 ക്ലോസ് ചെയ്തപ്പോൾ 289 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്നുണ്ടായത്. ഇന്ത്യ വിക്സ് ഇന്ന് 18.22 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഇന്ന് 46 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 80,242 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 1,792 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII. FIIയും 50 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ചെറിയൊരു രീതിയിൽ ഇന്ന് FII സൈഡിൽ നിന്ന് ബൈ നടന്നിട്ടുള്ളൂ. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് കഴിഞ്ഞ് HDFC ലൈഫ് 4.19% റാലി നടത്തി. മാരുതി 3.18%, SBI ലൈഫ് 1.80%, ഭാരതി എയർടെൽ 1.70%, സൺ ഫാർമ 0.89%, പവർ ഗ്രിഡ് 0.74%, HDFC ബാങ്ക് 0.59%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.59%, ജിയോ ഫിനാൻസ് 0.56% ആൻഡ് സിപ്ല 0.55% റാലിയാണ് നടത്തിയത്. എന്നാൽ ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിൻസർവ് 5.61% നല്ലൊരു ഇടിവ് കണ്ടു. ബജാജ് ഫിനാൻസ് 5.27% കുറവുണ്ടായി. ട്രെൻഡ് 4.76% കുറവുണ്ടായി. ടാറ്റ മോട്ടോഴ്സ് 3.32%, SBIN 3.07%, അൾട്രാസിംകോ 1.97%, അദാനി എൻ്റർപ്രൈസ് 1.74%, ഏഷ്യാനെറ്റ് 1.41%, ടാറ്റ സ്റ്റീൽ 1.37% ആൻഡ് ബെൽ 1.31% കുറവാണെന്നുണ്ടായത്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ബൈയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ നോട്ട് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 22,604 നിഫ്റ്റി ഇന്ന് 24,334 നിൽക്കുമ്പോൾ 7.65% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,334 ക്ലോസ് ചെയ്തപ്പോൾ 2.49% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,328 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 24,335 ക്ലോസ് ചെയ്തു, വെനസ്ഡേ 24 അതായത് ഇന്ന് 24,334 ക്ലോസ് ചെയ്തു. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്, നാളെ ട്രേഡിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 631 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. എന്നാൽ 2,228 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്യുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് വെച്ച് ബാക്കി എല്ലാ സ്ക്രീനിൽ കാണിക്കുന്ന സെക്ടേഴ്സ് എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 9 പോയിൻറ്റ്സ് ഉയർന്ന് 22,308 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 34,241 ക്ലോസ് ചെയ്യുമ്പോൾ 197 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,113 ക്ലോസ് ചെയ്തപ്പോൾ 80 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 56,445 ക്ലോസ് ചെയ്തപ്പോൾ 29 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 61 പോയിൻറ്റ്സ് ഉയർന്ന് 14,053 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 22 പോയിൻറ്റ്സ് ഉയർന്ന് 8785 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 35,794 ക്ലോസ് ചെയ്യുമ്പോൾ 125 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 33 പോയിൻറ്റ്സ് കുറഞ്ഞ് 1513 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 25 പോയിൻറ്റ്സ് കുറഞ്ഞ് 8581 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 4 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,117 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,772 ക്ലോസ് ചെയ്തപ്പോൾ 95 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 149 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 6542 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 16 പോയിൻറ്റ്സ് ഉയർന്ന് 885 ക്ലോസ് ചെയ്തു. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്, അതുകൊണ്ട് അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് ഫ്രൈഡേ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ ഓൾ.